പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ജീവിതത്തെ നമുക്ക് പല കമ്പാർട്ട്മെൻറ്റ്സ് ആക്കി അതിൽ ചിലതിൽ ദൈവത്തെ ഉൾക്കൊള്ളിക്കുകയും ഇങ്ങനെ പലതാക്കി തിരിച്ചു വച്ചിരിക്കുന്ന ചിലതിൽ ഉൾക്കൊള്ളിക്കാതെയും ഇരിക്കുകയും ചെയ്യേണ്ടതല്ല. ദൈവത്തെ ഓരോന്നിലേക്കും ഇൻവൈറ്റ് ചെയ്യേണ്ടതില്ല. അവൻ സർവ്വവ്യാപിയാണ്. ദൈവപൈതലെ, നിൻ്റെ ജീവിതത്തിലെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെ കൂടെയും അവനുണ്ട്. നീ സംസാരിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അവൻ കേൾക്കുന്നത്. എല്ലാ വാക്കും അവൻ കേൾക്കും. എല്ലാ പ്രോമിസസും അവൻ നമുക്ക് തരുന്നത് നാം വിശുദ്ധമായി കരുതുകയും ചെയ്യണം. കാരണം എല്ലാ പ്രോമിസസും ദൈവ സാന്നിധ്യത്തിൽ ഉരുവായി വരുന്നതാണ്. ദൈവ സാന്നിധ്യത്തിലിരുന്ന് അവനെ ശ്രദ്ധിക്കണമെങ്കിൽ അതിന് നമുക്ക് ധൈര്യം വേണം. ഓസ്വാൾഡ് ചേംബേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, The purpose of prayer is to reveal the presence of God, equally present all the time in every condition. പ്രാർത്ഥനയുടെ ഒരു ഉദ്ദേശം എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സമയത്തും ഒരുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് തെളിയിക്കാനാണ്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി യെശയ്യാവ് 60:1, ഐസയ ചാപ്റ്റർ 60 വേഴ്സ് 1. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവപൈതലേ, ദൈവത്തിൻ്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ അവൻ്റെ പ്രസൻസ് ഉണ്ട്, നിൻ്റെ അടുത്ത് അവൻ്റെ സാന്നിധ്യമുണ്ട്. നാം എപ്പോഴും അതറിഞ്ഞിരിക്കണം. പക്ഷേ നാം ചിലപ്പോൾ വേദനിക്കുമ്പോൾ നാം ഓർക്കാറില്ലേ, ഈ സമയം എൻ്റെ ദൈവം എവിടെയായിരുന്നു? നാം പ്രശ്നത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിനക്കവനെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ജീവിതത്തിൽ വന്ന ഭയവും കൺഫ്യൂഷനും എങ്ങനെ അവൻ വ്യത്യാസപ്പെടുത്തി സമാധാനത്തിലേക്ക് കൊണ്ടുവന്നു? നമ്മൾ സങ്കീർത്തനങ്ങൾ നോക്കുമ്പോൾ പലതും ആരംഭിക്കുന്നത് ക്രൈസിസുമായിട്ടാണ്. പക്ഷെ അത് അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യവും അവൻ്റെ ശക്തിയും അവൻ്റെ കരുതലുമൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ. തിരുവചനത്തിലെ സസ്യങ്ങളെ നാം നോക്കുമ്പോൾ ചെറിയ സസ്യങ്ങളുണ്ട്, വലിയ വൃക്ഷങ്ങളുണ്ട്. ഒരു മഹാമാരി അല്ലെങ്കിൽ ഒരു മാരി അവൻ പെയ്യിക്കുമ്പോൾ എല്ലാത്തിനും അത് ലഭ്യമാണ്. നമ്മൾ അങ്ങനെ ഓരോ സത്യങ്ങൾ ബൈബിളിലുള്ളത് പഠിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തിരുവചനത്തിലെ ഭക്തന്മാർ അനുഭവിച്ച പോലെയുള്ള ദൈവ സാന്നിധ്യം അനുഭവിച്ച് വലിയ സാക്ഷ്യങ്ങളുടെ ഉടമകളായി തീരാൻ നമുക്ക് പറ്റും. നമുക്ക് ഇടയച്ചെറുക്കനായിരുന്ന ദാവീദിനെ അറിയാം. ഇശ്ശായിയുടെ ഏറ്റവും ഇളയ പുത്രനാണ്. എന്നാൽ അവൻ ഇസ്രായേലിൽ രാജാവായി. അവൻ എഴുതിയതാണ് സങ്കീർത്തനം 23. കാരണം അവൻ നല്ലതുപോലെ ആടുകളെ മേയിച്ചിട്ടുള്ളതുകൊണ്ട്, അതിൽ പരിചയമുള്ളതുകൊണ്ട് പലവിധ കാര്യങ്ങൾ വിശദമായി തനിക്കറിയാം. ദാവീദിനറിയാമായിരുന്നു ഷീപ്പ് അല്ലെങ്കിൽ ആടുകൾ ദൈവം സൃഷ്ടിച്ച ഏറ്റവും ഡെൻസസ്റ്റ് സാന്ദ്രമായ ജീവികളാണ് എന്ന്. ദൈവമുണ്ടാക്കിയതിൽ വെച്ച് അവർ വളരെ സ്ലോയാണ്. അവർ പെട്ടെന്ന് ഭയപ്പെടും. അവർക്ക് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സ്വന്തമായി തന്നെ വേണ്ട ഭക്ഷണവും വെള്ളവും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അവർക്കൊരു ഇടയൻ കാണണം. ഒച്ച വെച്ചൊഴുകുന്ന ഒരു അരുവിയുടെ സ്വരം അവരെ ഭയപ്പെടുത്തും. ആയതിനാൽ ഒരു ഇടയനില്ലെങ്കിൽ അവയ്ക്ക് ആ ഒരു അരുവിയിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങാൻ പറ്റില്ല. പേടിയാണ്. ചിലയിടത്തുള്ള മേച്ചിൽപ്പുറത്തെ
പുല്ലുകളെല്ലാം വേരെത്തുന്നത് വരെ തിന്ന് തീർത്തു കഴിഞ്ഞാൽ ഇവയ്ക്ക് പിന്നെ തിന്നാനുള്ള പച്ചപ്പുൽപ്പുറം ഇടയൻ വേണം കാട്ടിക്കൊടുക്കാൻ. അവയ്ക്ക് സ്വന്തമായി രക്ഷപ്പെടാനും സംരക്ഷിക്കപ്പെടാനും ഒന്നും കഴിവില്ല. അതുകൊണ്ട് അവരുടെ പ്രിഡേറ്റേഴ്സിൽ നിന്നെല്ലാം അവരെ സംരക്ഷിക്കേണ്ടതിന് അവർക്ക് ഒരു ഇടയൻ വേണം. ഷെപ്പേർഡ് ഇല്ലെങ്കിൽ അപകടം പ്ലസ് ആട് ഈക്വൽസ് മരണം. ഡേഞ്ചർ പ്ലസ് ഷീപ്പ് ഈക്വൽസ് ഡെത്ത്. എന്നാൽ ഒരു ഷെപ്പേർഡ് ഉണ്ടെങ്കിൽ ഷീപ്പിന് പച്ചയായ പുൽപ്പുറം എൻജോയ് ചെയ്യാനും വളരെ ക്വയറ്റായിട്ടുള്ള സ്ട്രീമിൽ നിന്ന് വെള്ളം കുടിച്ച് സുരക്ഷിതമായി ജീവിക്കാനും പറ്റും. നമ്മൾ സങ്കീർത്തനം 23 സാം 23 പഠിച്ചാൽ ഇടയനും ആടും തമ്മിൽ ഒരു ബന്ധമുള്ളതുപോലെയാണ് ദൈവജനവും ദൈവവും തമ്മിലുള്ള ബന്ധം. ആദ്യം വായിക്കുന്നവർക്ക് ഈ കൺസെപ്റ്റ് അല്പം അതിശയമായി തോന്നിയാലും നമ്മുടെ വലിയവനായ സൃഷ്ടാവാം ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല, ഇട്ടേച്ചു പോകുകയില്ല. വേണ്ടതെല്ലാം സമൃദ്ധിയായി തന്ന് അവൻ നമ്മെ വഴി നടത്തും. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, വളരെ ഹെൽപ്ലെസ്സായ നിസ്സഹായരായ ആടുകളെ നോക്കി നടത്തുന്ന ഇടയൻ വളരെ മൃദുവായ ഇൻറ്റിമേറ്റായ ആർദ്രതയുടെയും കരുതലിൻ്റെയും പ്രതീകങ്ങളാണ്. ഇതുപോലെയുള്ളൊരു ബന്ധമാണ് ദൈവം നാമുമായി ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ബന്ധമാണ്. നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത് യഹോവ ഒരു ഇടയനാകുന്നു എന്നല്ല, പിന്നെയോ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നാണ്. ഈ ദൈവം വളരെ പേഴ്സണലാണ്. സ്തോത്രം. ഉന്നതനും ഉയർന്നവനുമായി മാത്രമിരിക്കുന്ന ദൈവമല്ല, ഈ വർത്തമാനകാലത്ത് നമ്മെ സംരക്ഷിക്കുന്ന ദൈവമായി ഇരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഡീറ്റെയിൽസിലും ഒരു സംരക്ഷിക്കുന്ന ദൈവമായി ഇരിക്കുകയാണ്. അവൻ നമ്മെ കരുതും, അവൻ നമ്മെ മനസ്സിലാക്കും, അവൻ നമ്മെ നറിഷ് ചെയ്യും. അവൻ വളരെയധികം തൻ്റെ ആടുകളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവവും ആഗ്രഹിക്കുന്നത് ഒരു ആട് ഒരു ഇടയനെ എങ്ങനെ ആശ്രയിക്കുന്നോ അതുപോലെ നാമും എല്ലാറ്റിലും അവനെ ആശ്രയിക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് പറയുന്നത് താൻ നല്ല ഇടയനാണെന്നാണ്. എ ഗുഡ് ഷെപ്പേർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 11. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ എല്ലാ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ നീഡ്സ് മീറ്റ് ചെയ്യും. കുഞ്ഞെ, നിനക്ക് ശാരീരികമായ ഒരു ആവശ്യമുണ്ടോ? നിനക്ക് മാനസികമായി നീ മുറിവേറ്റ് മാനസികമായ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതോ ആത്മീയ ആവശ്യം നിനക്കുണ്ടോ ദൈവപൈതലേ? അതെല്ലാം ഈ നല്ല കർത്താവ്, നല്ല ഇടയനായ കർത്താവ് മീറ്റ് ചെയ്ത് തരും. അതുകൊണ്ട് നാം അത് മനസ്സിലാക്കി വളരെ കോൺഫിഡൻ്റായി ജീവിതം കഴിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലും അധികം അവൻ നമ്മെ കരുതുന്നവനാണ്. നമ്മുടെ ഓരോ വേദനയും, ഓരോ പ്രശ്നവും, ഓരോ ഭയവും അവൻ മനസ്സിലാക്കുക മാത്രമല്ല, നമ്മെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വളരെ സേഫായി നാം ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഏറ്റവും മോശമായ, അതായത് ഏറ്റവും വേഴ്സ്റ്റായ പ്രതിസന്ധിയിലും
നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് അവനെ ട്രസ്റ്റ് ചെയ്യാം. എല്ലാ വർഷവും അതിൻ്റെ ഒരു വർഷത്തിൻ്റെ പകുതി മാസങ്ങൾ ഇടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ താഴ്വരയിൽ ലോ ലാൻഡ്സിൽ ഒക്കെ ആയിരിക്കും മേയ്ക്കുന്നത്. എന്നാൽ കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നിട്ട് നല്ല പച്ചപ്പുല്ലുകൾ പർവ്വതപ്രദേശത്ത് വളർന്നു തുടങ്ങുമ്പോൾ ഈ ഇടയൻ തൻ്റെ ആടുകളെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവനറിയാം അവൻ കൊണ്ടുപോകുന്ന ഡെസ്റ്റിനേഷൻ ഇറ്റ്സ് വണ്ടർഫുൾ, വളരെ അതിശയകരമായതാണ്. ഇടയനറിയാം അതങ്ങനെ അതിശയകരമായൊരു സ്ഥലമാണെന്ന്. പക്ഷേ യാത്ര അല്പം ബുദ്ധിമുട്ടുള്ളതാണ്, കഷ്ടം നിറഞ്ഞതാണ്. ഇടതൂർന്ന് നിഴലുകളൊക്കെയുള്ള ഈ താഴ്വര മേടുകളിൽ ഈ ആടുകളെ പിടിക്കുവാൻ ചില ഹിംസ്ര ജന്തുക്കൾ, ചില പ്രൊഡേറ്റേഴ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ആടുകൾക്ക് ഈ ഭയം സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ കംപ്ലീറ്റായി അവരുടെ ഇടയൻ്റെ വിജിലൻസിൽ ആശ്രയിക്കും. ദേ വോണ്ട് ദ പ്രസൻസ് ഓഫ് ദ ഷെപ്പേർഡ്. ഇരയെ തേടി കൊതിയോടെ ഒളിച്ചിരിക്കുന്ന ചെന്നായും കുറുക്കനും ഒക്കെ പതിയിരിക്കുന്ന മൂലകൾ, പോടുകളും പുത്തുകളും പോതുകളും ഒക്കെ ഇടയനറിയാമായിരിക്കണം. ഇല്ലെങ്കിൽ താഴ്വര ഈ ആടുകൾക്ക് ഒരു മരണസ്ഥലമാണ്. എന്നാൽ ഇടയൻ്റെ കൂടെയുള്ള ജീവിതയാത്രയുടെ ഒരു ഭാഗം മാത്രമായി തീരും ഇതെല്ലാം ആടുകൾക്ക്. അതായത് അവർക്ക് ഒരു ഹാനിയും വരത്തില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ ഈ ചൂടേറിയ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിച്ച് ജീവിക്കാൻ പറ്റണം. അതിന് നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല ഇടയനായ യേശുവിനെ കണ്ടെത്താനിടയായതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നീ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണല്ലോ കർത്താവേ. ഏതെല്ലാം താഴ്വരയിൽ ഞങ്ങൾ പെട്ടുപോയാലും ഞങ്ങളവിടെ പട്ടുപോകാതെ ഞങ്ങളെ നീ എല്ലാ ചെന്നായിൽ നിന്നും കുറുക്കനിൽ നിന്നും ഈ ലോക ജീവിതത്തിലായിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ മണ്ഡലത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്ന ഡെസ്റ്റിനേഷനായി സ്തോത്രം. പച്ചപ്പുൽമേടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ കരുതലിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. സ്തോത്രം.